നമസ്കാരം. ഫുട്ബോൾ വേറൊരു പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ ഇൻസ്റ്റാഗ്രാമിൽ പുറപ്പെടുവിച്ച പോസ്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. സോ നിങ്ങൾക്ക് എന്താണ് ഇതിലുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയാം? എന്നോട് പേഴ്സണലി ചോദിക്കുവാണെങ്കിൽ മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നമ്മുടെ ബാർസലോണ മാനേജ്മെന്റ് അതിന് ഉത്തരം പറഞ്ഞേ പറ്റും. സോ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാനേജ്മെന്റിന്റെ അറിവോടുകൂടി തന്നെയാണ് താൻ ആ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടതും, താനാണെങ്കിൽ മാനേജ്മെന്റ് പറഞ്ഞിട്ടാണ് താൻ ഓപ്പറേഷൻ പോയി ചെയ്തതും അഥവാ മെഡിക്കൽ പ്രൊസീജിയറിന് ഡിസിഷൻ എടുത്തതും, കൂടാതെ തനിക്ക് ക്ലബിന് അതായത് മെഡിക്കൽ റിപ്പോർട്ട് ലലീഗയുടെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഓതറൈസേഷൻ താൻ കൊടുക്കാൻ റെഡിയാണെന്നും അത് മാനേജ്മെന്റിനെ അറിയിച്ചതാണെന്നും മാധ്യമത്തിൽ വരുന്ന വാർത്തകളെല്ലാം തെറ്റാണെന്നാണ് പുള്ളി പറയുന്നത്. സോ പുള്ളി പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ ഹി ഷുഡ് റിലീസ് ദ പ്രൂഫ്. മാനേജ്മെന്റ് അതിന് ഉത്തരം പറയണം. അതേസമയത്ത് മാനേജ്മെന്റ് പറഞ്ഞതാണ് ട്രൂത്ത് എങ്കിൽ ഡെഫിനറ്റ്ലി മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ തിരിച്ചുത്തരം പറയുകയും വേണം. സോ ഇവിടെ 100% തെറ്റി. ഇപ്പം മാനേജ്മെന്റ് പറയുന്നത് ശരിയാണെങ്കിലും മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗന്റെ ഭാഗത്തല്ല. കാരണം ഒരു പ്ലെയറിന് ഇഞ്ചറി വന്നാലേ മറ്റൊരു പ്ലെയറിനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നൊരു സിറ്റുവേഷനാണോ മാനേജ്മെന്റ് ഈ സൈനിങ്സുകളെല്ലാം നടത്തിയത്? അത് മാനേജ്മെന്റ് ഉത്തരം തരേണ്ടതാണ്. മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ ഈ ഒരു ഇഞ്ചറി ഇല്ലായിരുന്നെങ്കിൽ മാനേജ്മെന്റ് എന്ത് ചെയ്തേനെ? വീണ്ടും പ്ലേയേഴ്സിനെ സെല് ചെയ്യാനായിട്ട് നോക്കിയാലല്ലേ? പല പ്ലേയേഴ്സിനും പോകണ്ട, ഇവൻ ഹാൻസി ഫ്ലിക്കിനും ഇന്ന പ്ലേയേഴ്സിനെ സെയിൽ ചെയ്യേണ്ടതാണ്. ടീമിൽ ഇന്റഗ്രൽ പാർട്ടായ പ്ലേയേഴ്സിനെ സെല് ചെയ്യേണ്ട സിറ്റുവേഷനാണ്. ഇനീഗോ മാർട്ടിനസ് ആ ക്ലോസ് ആക്ടിവേറ്റ് ചെയ്ത് പോയത് മാനേജ്മെന്റിന്റെ പ്രശ്നം തന്നെയാണ്. അല്ലാതെ ഈ ലാസ്റ്റ് മൊമെന്റ് പ്രീ സീസണും ബാർസയോടൊപ്പം വന്നിട്ട് ലാസ്റ്റ് മൊമെന്റ് പുള്ളിക്ക് പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടായോ മടുത്തു ബാർസ വിടാം അല്ല, ബാർസലോണയ്ക്ക് വേജ് ബുക്സ് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തന്നെയാണ് പോയത്. സോ പുള്ളിയുടെ 14 മില്യൺ യൂറോസ് ആണ് വേജസ് ഉള്ളത്. അത് പോവുക വഴി 8.4 മില്യൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ 1:1 റൂൾ അല്ലാതുകൊണ്ട് 60% യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ 8.6 വെച്ച് ജോൺ ഗാർഷ്യനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. ടെർ സ്റ്റെഗന്റെ ഇതും കൂടെ കിട്ടിയാലേ പറ്റത്തുള്ളൂ. റാഷ്ഫോർഡും റൂണി ബാർഗിനെ വേറെ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഇനിയും ഫണ്ട് റേസ് ചെയ്യണം. അതെങ്ങനെയാണോ എന്ന് ആർക്കറിയാം. അതുപോലെ തന്നെയാണ് ഇപ്പം നിക്കോ വില്യംസ് ആകേണ്ടത്. നിങ്ങൾക്ക് എന്താണ് ഓവറോൾ എന്ന്? നിക്കോ വില്യംസ് ഇപ്പോൾ ബാർസലോണയുമായിട്ട് സൈൻ ചെയ്യുമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? റാഷ്ഫോർഡിനെ ഓൾമോസ്റ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് 14 മില്യൺ യൂറോസ് ആണ് ഗ്യാപ്പ് കണ്ടെത്തേണ്ട ആളുടെ സാലറി. നിക്കോ ആയിരുന്നെങ്കിൽ ആ സാലറി കൂടാതെ അമോർട്ടൈസേഷൻ കോസ്റ്റ് ഏകദേശം ഒരു 10-15 മില്യൺ വന്നേനെ. സോ ടോട്ടൽ ഒരു 30 മില്യൺ യൂറോസ് നമ്മൾ ഗ്യാപ്പ് കണ്ടെത്തേണ്ടത്. സോ റാഷ്ഫോർഡിനെ വേണ്ടതിൻ്റെ 2 ഇരട്ടി ഗ്യാപ്പ് നമ്മൾ ബുക്സിൽ കണ്ടെത്തേണ്ട വന്നേനെ. നമ്മൾ 1:1 റൂളിൽ അല്ലാത്തതുകൊണ്ട് 30 മില്യൺ റേസ് ചെയ്താലും ആ ഗ്യാപ്പ് കിട്ടത്തില്ല. സോ ഇനിയും കൂടെ 60% നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെറ്റ്സ് നമ്മളൊരു 50 മില്യൺ റേസ് ചെയ്താലേ ചിലപ്പോൾ 30 മില്യൻ്റെ ഗ്യാപ്പ് നമുക്ക് ബുക്സിൽ കിട്ടത്തുള്ളൂ. സോ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. സോ നിങ്ങൾക്ക് എന്താണ് ആ കാര്യത്തിൽ ഓവറോൾ പറയാനുള്ളതെന്ന് പറയാം. സോ ഇനിഗോയുടെ ഈ റിപ്പോർട്ട് കണ്ടപ്പോഴേക്കും നമ്മൾ ഈവൻ റാഷ്ഫോർഡിനെയും റൂണി ബാർഗിനെയും ജോൺ ഗാർഷ്യനെയും രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫണ്ട് എക്സാക്ട്ലി ഇവരെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇപ്പോൾ ലെറ്റ്സ് ഇവർ 3 പേരെ രജിസ്റ്റർ ചെയ്യാനായിട്ട് 20 മില്യൺ 25 മില്യൺ വേണ്ടതെന്ന് ഓർത്തു. അതിനേക്കാളും കൂടുതൽ നമ്മൾ റേസ് ചെയ്യണം. കാരണം നമ്മൾ 1:1 സോ ലെറ്റ്സ് 25 മില്യൺ ആണ് നമുക്ക് ബുക്സിൽ ഇവർ 3 പേരെ രജിസ്റ്റർ ചെയ്യാനായിട്ട് വേണ്ടതെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മൾ ഏകദേശം ഒരു 50 മില്യൺ അല്ലെങ്കിൽ 40-45 മില്യൺ റേസ് ചെയ്യേണ്ടി വരും. ബുക്സിൽ ഗ്യാപ്പ് കണ്ടെത്തേണ്ടി വരും. കാരണം നമ്മൾ 1:1 റൂളല്ല. ഇനിഗോയുടെ ആ ഒരു ഇത് കണ്ടപ്പോഴേക്കും റിലീസ് ആക്കുന്നതിന് 60% നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ലെറ്റ്സ് 30 മില്യൺ ആണ് റേസ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ 30 മില്യൺ ആണ് ബുക്സിൽ ഫ്രീ ആക്കേണ്ടത്. ഇവരെ രജിസ്റ്റർ ചെയ്യാനെങ്കിൽ നമ്മൾ 50 മില്യൺ റേസ് ചെയ്യേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. സോ അത് അടുത്ത കോംപ്ലിക്കേറ്റഡ് കാര്യം. സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സാഗയിൽ ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. ഐ ഹാവ് നോ ആൻസർ ഫോർ ദിസ്. മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ എന്തുകൊണ്ടും ക്ലബ്ബ് വിടുന്നതാണ് നല്ലത് പുള്ളിക്ക്. കാരണം ജർമ്മനി ഹി ഹാസ് ടു സ്റ്റാർട്ട് ഇൻ ദാറ്റ് വേൾഡ് കപ്പ്. പുള്ളിക്ക് മിനിറ്റ്സ് കിട്ടണം. ആൻഡ് ക്ലബ്ബിൽ നമ്മൾ നോക്കാനായിട്ടാണ് ഇനി നിൽക്കുക ശരിയല്ല. കാരണം ഒന്ന്, ഈവൻ മാനേജ്മെന്റും പിണക്കി നിർത്തിയാൽ വീണ്ടും മീഡിയാസിൽ മോശം വാർത്തകൾ വന്നുകൊണ്ടിരിക്കും. 2, ഹാൻസി ഫ്ലിക്കും ടെർ സ്റ്റെഗനോടുള്ള റിലേഷൻഷിപ്പ് നല്ലതല്ല. 3, പ്ലേയേഴ്സിനോട് ഇപ്പം പ്രീ സീസണിൽ നമ്മൾ കാണും. അല്ല ഇനി കളികൾ മുന്നോട്ട് പോവുകയാണെങ്കിലും ഇപ്പോൾ ഒപ്പോസിഷൻ ടീമിന്റെ മീഡിയാസും മറ്റുമൊക്കെ ടെർ സ്റ്റെഗനെ ടാർഗറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബാർസലോണ ക്യാമ്പിൽ ഇന്ന ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ ന്യൂസുകൾ വരാതെ ആകെപ്പാടെ ക്യാമ്പിനുള്ളിൽ ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടാക്കും. കൂടാതെ നമുക്കറിയാമല്ലോ യങ്സ്റ്റേഴ്സുകളാണ്, അവരെ അത് മെന്റലി ബാധിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. സോ എന്തുകൊണ്ടും ടെർ സ്റ്റെഗനും ബാർസലോണയ്ക്ക് നല്ലത് പാർട്ട് വേസ് ചെയ്ത് മേ ബി ലെറ്റർ ഓഫ് ഫ്രീഡം കൊടുത്ത് ടെർ സ്റ്റെഗൻ ഫ്രീ ആയിട്ട് ഏതെങ്കിലും ക്ലബ്ബിൽ പോയി സൈൻ ചെയ്യുന്നത് തന്നെയാണ് ബാർസലോണയ്ക്ക് എന്തുകൊണ്ടും നല്ലത്, ടെർ സ്റ്റെഗനും എന്തുകൊണ്ടും നല്ലത്. പക്ഷേ ടെർ സ്റ്റെഗൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ട്രൂത്ത് ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് ഹാസ് ടു ആൻസർ. പിന്നെ നമ്മൾ ഈ നടത്തിയ പല സൈനിങ്സുകളും രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫണ്ട് എന്നുള്ള ഒരു സോഴ്സ് ഇപ്പോൾ ക്യാമ്പ് നൂവിലോട്ട് പോകും എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ ഐ ഡോണ്ട് നോ ഇപ്പം ക്യാമ്പ് നൂവിൻ്റെ പ്രോഗ്രഷൻ എങ്ങോട്ടാണ് പോകുന്നത്. അല്ല, എനിക്ക് ചോദിക്കാനുള്ള ക്യാമ്പ് നൂ എക്സാക്ട്ലി ഈ സീസൺ തുടങ്ങുമ്പോഴേക്കും റെഡി ആവത്തില്ല എന്നുള്ള 2 മാസം മുമ്പ് അനലൈസ് ചെയ്യാനായിട്ട് ക്ലബ്ബിൽ ആളുകളില്ലേ? അവർക്കത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഇതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. സോ ഡെഫിനറ്റ്ലി ഈ ട്രാൻസ്ഫർ വിൻഡോ ലാസ്റ്റ് ഇയറിലെ വിൻഡോനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആണ്. ക്ലബിൻ്റെ ഒരു ക്യാപ്റ്റൻ വന്ന് ഇങ്ങനെ പറയുന്നു. ഐ ഹാവ് നോ ആൻസർ ഫോർ ദിസ്. എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. ജസ്റ്റ് ഇതൊന്ന് പറയാനായിട്ടാണ് വന്നത്. സോ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സും മറ്റുമൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ ആഫ്റ്റർനൂൺ റിലീസ് ചെയ്യുന്നതാണ്. സോ ഇത് ജസ്റ്റ് ഒരു ടെർ സ്റ്റെഗൻ സാഗയിലുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ.
ഐ തിങ്ക് ബെറ്റർ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ഈ ഒരു സാഗയിൽ എന്തായിരിക്കും ദ ബെറ്റർ സൊല്യൂഷൻ? കാരണം ഇത് ഐ ഡോണ്ട് ലൈക്ക് ടു ഹിയർ എനിത്തിങ് അബൌട്ട് ദിസ്. ആകപ്പാടെ ചാവിയും വന്ന് പുള്ളിയുടെ പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്യുന്നു, എക്സാമ്പിളറി ഇറ്റ്സ് ആൻ എക്സാമ്പിൾ എന്ന് പറയുന്ന പോലെ ടെർ സ്റ്റെഗൻ. ഐ ഡോണ്ട് നോ, ഐ എം പ്രിറ്റി ഷുവർ ടെർ സ്റ്റെഗൻ ലവ്സ് ബാർസലോണ. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ ബാർസലോണ ടു മൂവ് ഓൺ ഫ്രം ടെർ സ്റ്റെഗൻ. ടെർ സ്റ്റെഗനും ബാർസലോണ മൂവ് ഓൺ ചെയ്യാനാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷേ ഈ വിടുന്ന രീതി അഥവാ മീഡിയാസിൽ ബാർസലോണ മാനേജ്മെൻറ്റ് വിടുന്ന ന്യൂസും ഇവൻ ടെർ സ്റ്റെഗൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കുന്ന ആറ്റിറ്റ്യൂഡും കാണുമ്പോഴേക്കും രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ രണ്ടുപേരും ആൻസറബിൾ ആണ് ഈ ഒരു സിറ്റുവേഷനിൽ.